ശ്രദ്ധിക്കേണ്ടത്. കെ വി ബൈജു നമുക്കൊപ്പം ചേരുന്നു. നമുക്ക് കാസർഗോഡേക്ക് പോയാൽ അവിടെ ഉത്തര മലബാറിൽ BJP ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2016-ലും 2021-ലും നമ്മൾ കണ്ടതാണ്. മഞ്ചേശ്വരത്ത് നിസാര വോട്ടുകൾക്ക് BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ അവിടെ കെ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. അപ്പോൾ BJPക്ക് ആ നിലയിൽ മഞ്ചേശ്വരത്ത് ഒരു പ്രതീക്ഷയും സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. 5 മണ്ഡലങ്ങളിൽ 3-2 എന്ന നിലയിലായിരുന്നു. 3ഇടത്ത് LDF, 2ഇടത്ത് UDF എന്ന നിലയാണ്. ജില്ലയെ സംബന്ധിച്ചുണ്ടെങ്കിൽ അത് മാറ്റം വരുമോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. കെ വി ബൈജു ആണ് കാസർഗോട്ടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബൈജു, കാസർഗോഡ് ഡീൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിനപ്പുറം നമുക്കറിയാം സജി ചെറിയാന്റെ വിവാദ പരാമർശമൊക്കെ കാസർഗോഡുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉയർന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് കാസർഗോഡിന്റെ ഗ്രൗണ്ട് ലെവലിൽ ഉള്ള യാഥാർത്ഥ്യങ്ങൾ? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ BJP വലിയ പ്രതീക്ഷ അവിടെ പുലർത്തുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് മാറിയുള്ള ഒരു പ്രചരണ തന്ത്രം BJP അവിടെ പയറ്റിയിട്ടുണ്ടോ എന്ന് തോന്നും. കാരണം സുരേന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ വിവാദമാകുന്ന പരാമർശങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിലേക്കോ ഒന്നും ഇത്തവണ പോയിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. വളരെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം അവിടെ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. 3-2 എന്ന നിലയിൽ മാറ്റം വരാനുള്ള സാധ്യത എത്ര? BJPക്ക് NDAക്ക് അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള 2 സാഹചര്യങ്ങൾ കഴിഞ്ഞ 2 തവണകളിലായി നമ്മൾ കണ്ടതാണ്. നിസാര വോട്ടുകൾക്ക് തള്ളിപ്പോയി. ഇത്തവണ അതിനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചേശ്വരവും കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ കാസർഗോഡ് ജില്ലയെ ഏറെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനം മഞ്ചേശ്വരം മണ്ഡലം തന്നെയാണ്. ആര് വിജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിന് മാത്രം വിജയിക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം SDPI ഒരു പ്രധാന ശക്തിയായി നിലനിൽക്കുന്നു. പക്ഷേ SDPI കൃത്യമായ ഒരു മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ SDPI ആർക്ക് വോട്ട് ചെയ്യും എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് അവർ മുൻ നിലപാടൊക്കെ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിന് എതിരായി, അതായത് UDFനെ പരാജയപ്പെടുത്തും എന്ന ഒരു രീതിയിലായിരുന്നു അവരുടെ പ്രസ്താവനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായൊരു നിലപാട് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. 15,000-ഓളം വോട്ടുകൾ SDPക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടെന്നതും ഓർക്കണം. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി BJP ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നാട്ടിലെത്താത്ത പ്രവാസി വോട്ടർമാരുടെ കള്ളവോട്ട് ചേർക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു, UDF ശ്രമിക്കുന്നു എന്ന വലിയൊരു ആരോപണം കെ സുരേന്ദ്രൻ ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കള്ളവോട്ട് ആരോപണം കൂടി ഇപ്പോൾ മഞ്ചേശ്വരത്ത് നിന്നും ഉയർന്നു വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും മഞ്ചേശ്വരത്തിന്റെ മനസ്സ് അത് എന്ത് എന്നത് പ്രവചനാതീതം തന്നെയാണ്. രേണുക സൂചിപ്പിച്ചതുപോലെ കാസർഗോഡേക്ക് വന്നാൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് കാസർഗോഡ് നടക്കുന്നത്. LDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി കാസർഗോഡും വലിയ തോതിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. BJPയും UDFും നേർക്കുനേർ മത്സരം നടന്നിരുന്ന ഒരു മണ്ഡലത്തിൽ ശക്തനായ ഒരു മത്സരാർത്ഥിയെ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി LDFും സാന്നിധ്യം അറിയിച്ചതോടുകൂടി കാസർഗോട്ടെയും ഫലം അത് പ്രവചനാതീതമായിരിക്കുന്നു. വാശിയേറിയ മത്സരം തന്നെയാണ് കാസർഗോഡ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മണ്ഡലങ്ങൾ LDF ആണ്. അതിൽ കാഞ്ഞങ്ങാട് നമുക്ക് നിസ്സംശയം പറയാം LDFന്റെ കുത്തക മണ്ഡലമാണ്. അത്തരത്തിൽ വലിയ തോതിൽ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. അവിടെ CPI ആണ് മത്സരിക്കുന്നത്. ഇപ്പോഴും ആ മേൽക്കൈ LDFന് തന്നെ കാഞ്ഞങ്ങാട് എന്ന് പറയേണ്ടി വരും. തൃക്കരിപ്പൂരിലേക്ക് പോയാൽ തൃക്കരിപ്പൂർ സന്ദീപ് വാര്യരുടെ വരവോട് കൂടിയാണ് വലിയ തോതിലുള്ള ഒരു പ്രചരണം, ആ രീതിയിലുള്ള പ്രചരണത്തിലേക്ക് അവിടെ കടന്നത്. പക്ഷേ ഇപ്പോഴും തൃക്കരിപ്പൂർ അത് ഇടതിന്റെ ഉരുക്കു കോട്ട തന്നെയാണ്. മേൽക്കൈ ഇടതുപക്ഷത്തിന് തന്നെ എന്ന് പറയേണ്ടി വരും. ഉദുമയിൽ മറ്റൊരു സ്ഥലം ഉദുമയാണ്. ഉദുമ നമുക്കറിയാം പെരിയ കല്ലോട്ട് ഇരട്ടക്കൊലപാതകമൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ആ വിവാദം ഉണ്ടായപ്പോൾ, ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും UDFന് വിജയിക്കാൻ സാധിക്കാത്തൊരു മണ്ഡലമാണ്. CH കുഞ്ഞുമ്പ തന്നെ ഒരു വട്ടം കൂടി അവിടെ മത്സരരംഗത്തുണ്ടാകുമ്പോൾ അവിടെയും മേൽക്കൈ LDFന് തന്നെയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇങ്ങനെയാണ് അവസ്ഥ. 3 മണ്ഡലങ്ങളിൽ LDFന് ഇപ്പോഴും മേൽക്കൈയുണ്ട്. പക്ഷെ അതേസമയം കേരള രാഷ്ട്രീയത്തിൽ തന്നെ
വലിയ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതിൽ കാസർഗോഡും ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചേശ്വരം ഉണ്ട് എന്നതാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ 20 വർഷമായി മാറി മാറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. AK അഷ്റഫ് വീണ്ടും ഒരു വട്ടം കൂടി അവിടെ ജനവിധി തേടുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട്. LDF സ്ഥാനാർത്ഥിയായി KR ജയാനന്ദയും ശക്തമായ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഇടതുപക്ഷം കൂടുതൽ വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് BJPക്ക് ഗുണമാകും എന്ന തരത്തിലാണ് നേരത്തെയൊക്കെ ഉണ്ടായ കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ഇടത് വോട്ടുകൾ BJP ജയിക്കാതിരിക്കാൻ ഇടത് വോട്ടുകൾ UDFന് നൽകുന്നു എന്ന ആരോപണം ഉയർന്ന മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള SDPയുടെ കൂടി നിർണായകമായ ഒരു ഇടപെടൽ ഇത്തവണ ഉണ്ടാകുന്നത്. ഏതായാലും 11 സ്ഥാനാർത്ഥികളാണ് ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാത്രമുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ്. 32 സ്ഥാനാർത്ഥികൾ ആകെ കാസർഗോഡ് ജില്ലയിൽ മത്സരിക്കുമ്പോൾ അതിൽ 11 സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്താണ്. AK അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം 2 അപരന്മാരുണ്ട്. അതോടൊപ്പം 7 സ്വതന്ത്രന്മാരാണ്. അതിൽ 6 സ്വതന്ത്രന്മാരും മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ UDFനെ എതിർത്തുകൊണ്ട് രംഗത്തുള്ളവരാണ്. അങ്ങനെ വലിയ തോതിൽ കൗതുകകരമായും ഒപ്പം മനസ്സ് തുറക്കാതെയുമുള്ള ഒരുപാട് വിഷയങ്ങൾ മഞ്ചേശ്വരത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രവാസി വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ എല്ലാ പ്രവാസികൾക്കും ഇത്തവണ എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഈ കള്ളവോട്ട് ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നതോടുകൂടി വീണ്ടും ഒരു ചർച്ചാ കേന്ദ്രമായി മഞ്ചേശ്വരം മാറുന്നു എന്നാണ് യാഥാർത്ഥ്യം. രേണുക, തീർച്ചയായും എന്തായാലും കാസർഗോഡ് മത്സരം തീപാറുന്നതാണ് ഇത്തവണ. 3-2 എന്ന നില തുടരുമോ അതോ അതിൽ മാറ്റമുണ്ടാകുമോ? NDA അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ? കഴിഞ്ഞ 2 തവണയും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട അവരുടെ മണ്ഡലം അവർ പിടിക്കുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. എന്തായാലും തീപാറും മത്സരമാണ് അവിടെ 5 മണ്ഡലങ്ങളിലും നടക്കുന്നത്. അത് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള നില തുടരുമോ അതോ മാറ്റമുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.